ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം. വിളിച്ചു നോക്കൂ, നിനക്കൊരു മറുപടിക്കാരനുണ്ടോ? വിശുദ്ധരിൽ ആരിലേക്കാണ് നീ തിരിയുന്നത്? ക്രോധാവേശം ഭോഷനെ കൊല്ലുക തന്നെ ചെയ്യും, ശുദ്ധനെ അസൂയ നിഹനിക്കും. ഭോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു, തൽക്ഷണം അവൻ്റെ വസതിയെ ഞാൻ ശപിച്ചു. അവൻ്റെ മക്കൾ സുരക്ഷയിൽ നിന്ന് അകലെയാണ്, കവാടത്തിങ്കൽ വച്ച് അവർ തകർക്കപ്പെടും, മോചകനായി ആരുമില്ല. അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നും, മുള്ളുകളിൽ നിന്നുപോലും അവൻ അത് ശേഖരിക്കും. കെണി അവരുടെ ശക്തി കെടുത്തും. എന്തെന്നാൽ പൊടിയിൽ നിന്ന് അനർത്ഥങ്ങൾ പുറപ്പെടുന്നില്ല, നിലത്ത് നിന്ന് കഷ്ടത മുളയ്ക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു, അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്കാണ് ഉയരുന്നതും. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും എണ്ണമറ്റ വിധം അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. ഭൂമുഖത്ത് മഴ നൽകുന്നവൻ മൈതാനമുഖത്തേക്ക് വെള്ളമൊഴുക്കുന്നു. അവിടുന്ന് താണവരെ ഉന്നതത്തിൽ സ്ഥാപിക്കുന്നു, വിലപിക്കുന്നവർ രക്ഷയിൽ ഉന്നതരാകുന്നു. അവിടുന്ന് സൂത്രശാലികളുടെ ഉപായങ്ങൾ വിഫലമാക്കുന്നു, അവരുടെ കൈകൾ വിജയമുളവാക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനികളെ അവരുടെ തന്നെ ഉപായങ്ങളിൽ കുടുക്കുന്നു. വക്രബുദ്ധികളുടെ ഉപദേശം തിടുക്കത്തിലുള്ളതാണ്. പകൽ സമയം അവർ ഇരുട്ടിനെ നേരിടുന്നു, രാത്രിയിൽ എന്ന പോലെ അവർ മധ്യാഹ്നത്തിൽ തപ്പിത്തടയുന്നു. അവിടുന്ന് അവരുടെ വായിൽ നിന്നുള്ള വാളിൽ നിന്നും ശക്തിമാൻ്റെ കയ്യിൽ നിന്നും ദരിദ്രനെ രക്ഷിക്കുന്നു. നിസ്സാരന് പ്രത്യാശയുണ്ടാകുന്നു, അപ്പോൾ അന്യായം സ്വന്തം വായടയ്ക്കുന്നു. നോക്കൂ, ദൈവം ശാസിക്കുന്ന മർത്യൻ ഭാഗ്യവാൻ. അതിനാൽ സർവശക്തൻ്റെ ശിക്ഷണം നീ നിരസിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കുകയും വച്ചുകെട്ടുകയും ചെയ്യും. അവിടുന്ന് പ്രഹരിക്കും, അവിടുത്തെ കൈ സുഖപ്പെടുത്തും. 6 കഷ്ടതകളിൽ അവിടുന്ന് നിനക്ക് മോചനമേകും, 7-ാമത്തേതിൽ തിന്മ നിന്നെ ബാധിക്കുകയില്ല. ക്ഷാമത്തിൽ മരണത്തിൽ നിന്നും നിന്നെ അവിടുന്ന് വീണ്ടെടുക്കും, യുദ്ധത്തിൽ വാളിൻ്റെ കരുത്തിൽ നിന്നും. നാവിൻ്റെ ചമ്മട്ടി പ്രയോഗത്തിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. അതിക്രമം വരുമ്പോൾ നീ അതിനെ ഭയപ്പെടുകയില്ല. അതിക്രമത്തെയും വിശപ്പിനെയും നീ പരിഹസിക്കും. ഭൂമിയിലെ മൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. പറമ്പിലെ കല്ലുകളോട് പോലും നിനക്ക് സഖ്യമുണ്ടാകും. കരയിലെ മൃഗങ്ങൾ നിന്നോടിണങ്ങും. നിന്റെ കൂടാരം ശാന്തമാണെന്ന് നീ അറിയും. നിന്റെ ആല സന്ദർശിക്കുമ്പോൾ നീ നഷ്ടസ്ഥിതിയിലല്ലെന്നും നിന്റെ സന്തതി ഏറെയാണെന്ന് നീ അറിയും. നിന്റെ പിൻഗാമികൾ ഭൂമിയിലെ പുല്ലുപോലെയും. ധാന്യക്കറ്റ യഥാകാലം ഉയരുന്നതുപോലെ ഉന്മേഷത്തോടെ നീ ശവകുടീരത്തിലേക്ക് പോകും. നോക്കൂ, ഇതാണ് ഞങ്ങൾ പരിശോധിച്ചറിഞ്ഞത്, അത് അങ്ങനെ തന്നെ. നീ അത് കേട്ട് നിന്റെ പ്രയോജനത്തിനായി ഗ്രഹിച്ചുകൊള്ളുക.